പാകിസ്ഥാൻ ആവശ്യമായിട്ടുള്ള മിസൈലും ഡ്രോണുകളും തുർക്കിയാണ് നൽകിയത്. തുർക്കി എന്തിനാണ് പാകിസ്ഥാൻ കുടപിടിക്കുന്നത്? നമുക്കറിയാം, തുർക്കി എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രം പണ്ടേ അവരുടെ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. പാകിസ്ഥാൻ തകർച്ചയിലായിരുന്നാലും ഏറ്റവും നല്ലൊരു ഒരു പിന്നെ ഒരു മിത്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയൊരു മിത്രമാണ് തുർക്കി എന്ന് പറയുന്നത്. പണ്ടേ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ തുർക്കി ഏത് തരത്തിൽ പാകിസ്ഥാൻ ഏത് നിലയിലായിരുന്നാലും തുർക്കി എപ്പോഴും പാകിസ്ഥാൻ്റെ കൂടെ ആയിരിക്കും. അസർബൈജാൻ മാനസികമായിട്ട് അവരുടെ കൂടെ ആയിരുന്നാൽ തന്നെ തുർക്കിയാണ് ഫിസിക്കലായിട്ട് തന്നെയും അവരെ പാകിസ്ഥാനെ സഹായിക്കാനും അവിടെ ചെന്ന് അവരുടെ വെടിക്കോപ്പുകൾ കൊടുക്കാനും അവരുടെ ഡ്രോൺസും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ പാകിസ്ഥാനെ സഹായിച്ചത്. എത്ര ഭംഗിയായി ഉപയോഗിച്ചു എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും. അവരുടെ പിന്നെ ഒരു ഡ്രോൺസും മറ്റുമൊന്നും നമുക്ക് നമ്മുടെ അടുത്ത് വരെ എത്താൻ വരെ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ S-400 അതിനെതിരായിട്ട് അത് ഇനാക്ടിവേറ്റ് ആക്കി, പിന്നെ എയർ വെച്ച് തന്നെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ നശിപ്പിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തുർക്കി എന്തായാലും മാനസികമായിട്ട് പാകിസ്ഥാൻ്റെ കൂടെയാണ്. വളരെ ശക്തിയായി തന്നെ അവർ നിലകൊള്ളുന്നു. നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മിത്രമാണ് തുർക്കി. അതിൽ കൂടുതലൊരു മിത്രം അവർക്കില്ല എന്നുള്ളതാണ്. ഈവൻ ചൈന വരെയും ഒരു ഓപ്പണായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ലെങ്കിലും ചൈന സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ ഓപ്പണായിട്ട് ചൈനയും പോയില്ല. തുർക്കിയാണ് വളരെ അങ്ങേയറ്റം വരെയും തുർക്കി അവരുടെ രാജ്യമായിട്ട് പോയത്. പക്ഷേ അത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ്. എൻ്റെ നെറ്റ് റിസൾട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ്റെ മിത്രമായിട്ടാണെങ്കിലും നമുക്കത് കാണാൻ പറ്റില്ല. അവരുടെ യുദ്ധോപകരണങ്ങളും മറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ ചെറുത്ത് നിൽക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തുർക്കി ഒരു വലിയൊരു രാജ്യം പാകിസ്ഥാൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനും സാധിക്കില്ല. സർ, ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ വാങ്ങാനായി കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഈ ആയുധങ്ങളാണ് അണുവായുധങ്ങൾ. ഇന്ത്യ പ്രയോഗിച്ച വജ്രായുധങ്ങൾ പാകിസ്ഥാനെ പിടിച്ചു കിട്ടിയതായിട്ടാണ് പല പത്രവാർത്തകളും പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഡെയിലി ഉള്ള ന്യൂസ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമ്മളത് വാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് നമ്മളെ ഓരോ പിന്നെ ആയുധങ്ങൾ, ഓരോ മിസൈൽസും, നമ്മുടെ ഓരോ ആയുധങ്ങളും വജ്രായുധങ്ങളൊക്കെ നമ്മൾ പ്രയോഗിച്ചത് പാകിസ്ഥാനെ നിലംപരിശാക്കിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള വെപ്പൻ്റെ ക്വാളിറ്റി അതായിരുന്നു എന്ന് നമ്മളും ഇപ്പോൾ മനസ്സിലാക്കി. അതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാനും മറ്റ് ലോകരാഷ്ട്രങ്ങളും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ യുദ്ധത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഈ അൺഡിക്ലെയർഡ് വാറിൽ നമ്മൾ ഉപയോഗിച്ച പല ആയുധങ്ങളും പലയിടത്തും നമുക്ക് ടെസ്റ്റുകളായിട്ട് ഉപയോഗിക്കാനേ സാധിച്ചുള്ളൂ. അതിന് ഫൈനലായിട്ട് ഉപയോഗിക്കേണ്ട അവസരമാണ് നമുക്ക് കിട്ടിയത്. ആ അവസരം നമ്മൾ മുതലാക്കി നോക്കുമ്പോൾ കാണുന്നത് എല്ലാ ആയുധങ്ങളും നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ S-400 പ്രത്യേകിച്ചും അവരുടെ ഒരൊറ്റ ആയുധങ്ങൾക്കും അവരുടെ മിസൈലുകൾക്കൊക്കെ ഇന്ത്യക്കകത്ത് വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കാനോ ഇന്ത്യയെ നശിപ്പിക്കാനോ ഇന്ത്യയിൽ ഒരു ടാർഗറ്റ് പോലും നശിപ്പിക്കാനോ സാധിക്കാത്ത രീതിയിൽ S-400 അവരെയൊക്കെ നശിപ്പിക്കാൻ, അവരുടെ വെപ്പൺ സിസ്റ്റംസിനെ തന്നെ നശിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ S-400 ശക്തി നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ മറ്റ് പല തരത്തിലുള്ള മിസൈൽസുകൾ നമ്മൾ ഉണ്ടാക്കി. അതിലൊരെണ്ണമാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഈ ബ്രഹ്മോസിൻ്റെ ശക്തി, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രഹ്മോസ് എന്തുകൊണ്ട് മറ്റുള്ള രാഷ്ട്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് ബ്രഹ്മോസിൻ്റെ ശക്തി എന്ന് നാട്ടുകാർ കണ്ട, ലോകരാഷ്ട്രങ്ങൾ കണ്ട അത്ഭുതമായിട്ടുള്ള ഒരു ബ്രഹ്മോസ് മിസൈലാണ് നമുക്ക് ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളത്. ആ ഇന്ത്യയിലുള്ള ബ്രഹ്മോസ് മിസൈൽ വാങ്ങിച്ച് അവരുടെ യുദ്ധ സന്നാഹങ്ങളിൽ ഒരു ആയുധമായി ഉപയോഗിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റ് പല രാജ്യങ്ങൾക്കും ഇതിൻ്റെ പ്രത്യേകതയും ഈ ബ്രഹ്മോസിൻ്റെ വളരെ അതിൻ്റെ ക്വാളിറ്റിയുമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത് ഇവർ ചെയ്തതെന്ന് കാണാൻ. നമുക്കറിയാവുന്ന തരത്തിലുള്ള ബ്രഹ്മോസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസാണ് നമ്മൾ ലോകരാജ്യങ്ങളൊരു ഹിറ്റായിട്ട് ഇപ്പം നിൽക്കുന്നത്. ഇന്ത്യൻ അതിർത്തിക്കകത്ത് നിന്നും പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്രമണം. നമ്മുടെ ക്രോസ് ബോർഡർ LOC ക്രോസ് ചെയ്ത് അകത്ത് പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യക്ക് അകത്ത് നിന്ന് തന്നെ അവർക്ക് പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് ബ്രഹ്മോസ് ഉപയോഗിച്ച് സാധിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ഡിസ്ട്രക്ഷൻ പവറും ഒക്കെ കൊണ്ട് ഇന്ന് മറ്റുള്ള രാജ്യങ്ങൾ, അതായത് ഇപ്പം നമുക്കറിയാം, പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ, ചിലി, അർജൻറ്റീന, വെനസ്വേല, മധ്യകിഴക്കൻ രാജ്യങ്ങളായ ഈജിപ്റ്റ്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ എന്നിവയ്ക്കും പുറമെ
വിയറ്റ്നാം, മലേഷ്യ, സൗത്ത് ആഫ്രിക്ക, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ബ്രഹ്മോസ് വാങ്ങാൻ താല്പര്യം കാണിച്ചിരിക്കുന്നതാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ബ്രഹ്മോസ് ഈ ഇന്ത്യയിൽ നിന്ന് വാങ്ങി അവരുടെ യുദ്ധ സന്നാഹത്തിന് വേണ്ടി ഒരുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ രാജ്യങ്ങൾ അതിൻ്റെ ആ ഭംഗി, അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടായിരിക്കണം അതിൻ്റെ യുദ്ധസന്നാഹത്തിൽ ഏതൊക്കെ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യാൻ, ഒരു രാജ്യത്തിനെ ഹെൽപ്പ് ചെയ്യാൻ അതിന് സാധിക്കുന്നു എന്നുള്ള ഒരു ഇത് വെച്ചിട്ടായിരിക്കണം തീർച്ചയായിട്ടും വാങ്ങിക്കുന്നത്. വെറുതെ വാങ്ങിക്കില്ലല്ലോ. അതാണ് അവരുടെ. പിന്നെ വിയറ്റ്നാമുമായിട്ട് നമ്മൾ $700 മില്യൺ ഇടപാട് നമ്മളിപ്പോൾ അന്തിമ ഘട്ടത്തിൽ, ചൈനയ്ക്കെതിരായിട്ട് ഉപയോഗിക്കാനാണ് വിയറ്റ്നാം ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതും നമ്മളുടെ ഒരു അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ്. പിന്നെ ഈ നിർമ്മാണ ചെലവ് ഇതിൻ്റെ 2022 ഫിലിപ്പീൻസ് മിസൈലുകൾ കൈമാറിയത് 2022 $375 മില്യൺ കരാറാണ് നമ്മൾ വിയറ്റ്നാമുമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ നിർമ്മാണ ചെലവ് നമ്മളിപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ നോക്കിയാൽ $4.75 മില്യൺ ഈ ഒരു ബ്രഹ്മോസിൻ്റെ നിർമ്മാണ ചെലവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ ലോങ് റേഞ്ച് സൂപ്പർസോണിക് ക്രൂസൈൽ മിസൈൽ സംവിധാനമാണ് ഈ ബ്രഹ്മോസ് സംവിധാനത്തിലുള്ളത്. കരയിലും കടലിലും ആകാശത്ത് നിന്ന് പ്രേരിപ്പിക്കാനുള്ള 3 മോഡലുകളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ലാൻഡ് ടു ലാൻഡ്, ഷിപ്പ് ടു ലാൻഡ്, ഷിപ്പ് ടു ഷിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള മോഡലുകൾ ഇതിനുണ്ട്. ഇതെല്ലാ മോഡലുകളും നമ്മൾ വികസിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യത്തിന് പലതരത്തിൽ ഉപയോഗിക്കാൻ ഇതിന് ആവശ്യമുള്ളതാണ്. പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള വാർ ഹെഡ്സാണ് ആവശ്യം. അതിനൊക്കെ ഉപയോഗിക്കാൻ തരത്തിലാണ് ബ്രഹ്മോസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഖര പ്രൊപ്പലൻറ്റ് ബൂസ്റ്റർ എഞ്ചിൻ, ആദ്യ ഘട്ടത്തിൽ ഈ എഞ്ചിൻ മിസൈലിനെ സൂപ്പർസോണിക് വേഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് 2ാം ഘട്ടത്തിൽ മിസൈൽ വേർപെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ് ഇതിൻ്റെ സിസ്റ്റം. 2 സിസ്റ്റമാണ്. ഒന്ന് അതിൻ്റെ മിസൈൽ, അതിൻ്റെ ടിപ്പിലുള്ള മിസൈൽ, പിന്നൊരു അതിൻ്റെ എഞ്ചിൻ. ഈ എഞ്ചിൻ സൂപ്പർസോണിക് വേഗത്തിൽ പോയിട്ട് ആ പ്രൊപ്പലൻ്റ് അങ്ങനെയുള്ള പ്രൊപ്പലൻ്റാണ്. ആ പ്രൊപ്പലൻ്റ് സൂപ്പർസോണിക് വേഗത്തിൽ പോയിട്ട് ടാർഗറ്റ് എത്താറാകുമ്പം അതിൻ്റെ ടിപ്പ്, അതായത് ആ മിസൈൽ അതിൽ നിന്ന് ഡിറ്റാച്ചായി പോയി ടാർഗറ്റിലേക്ക് പതിക്കുന്ന, അല്ലെങ്കിൽ ടാർഗറ്റിന് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ അതൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഈ ബ്രഹ്മോസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വെപ്പണാണ് ബ്രഹ്മോസ്. 290 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു 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 റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പീഡ് 3.5 മാക്കാണ്. അത്രയും വലിയൊരു സ്പീഡിലാണ് ഇത് പോകുന്നത്. ആദ്യത്തെ ഏതാണ്ടൊരു 290 കിലോമീറ്റേഴ്സിൻ്റെ ഏതാണ്ട് 3/4 ഡിസ്റ്റൻസ് ഏതാണ്ടൊരു ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട്, ഒരു 3 to 4 മിനിറ്റ്സ് കൊണ്ട് അവിടെ എത്താൻ സാധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രൊപ്പലൻ്റ് പോയി ടാർഗറ്റിലേക്ക് പതിക്കുകയാണ്. അങ്ങനെ ഇത് ഒരു വളരെ നമുക്ക് ഇപ്പം തന്നെ ഈ നമ്മുടെ പാകിസ്ഥാൻ്റെ യുദ്ധ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ലക്നൗവിൽ ഇതിൻ്റെ ഒരു ഫാക്ടറി തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ഇന്ത്യക്ക് നല്ല രീതിയിൽ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു വെപ്പണും കൂടിയാണ്. നമ്മുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യനൈസ്ഡ് വെപ്പൺസ് നമ്മൾ ഒന്ന് പൂർത്തീകരിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പലതരത്തിലുള്ള വേരിയൻസിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ സയൻറ്റിസ്റ്റ് അതിന് കഴിവുള്ളവരാണ്. അതിൻ്റെ മുമ്പോട്ടുള്ള കാലിബർ കൂട്ടി, അതിൻ്റെ ക്വാളിറ്റി കൂട്ടി, അതിനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഏറ്റവും നല്ലൊരു ബ്രഹ്മോസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രത്യേക മോഡലാണ് ഞാൻ സംസാരിക്കുന്ന സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. നമുക്ക് തിരുവനന്തപുരത്തും അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. ബ്രഹ്മോസിൻ്റെ എന്താണ് അവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ചില യൂണിറ്റുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിത് എല്ലാം കൂടെ ചേർത്ത് ഒരു ബ്രഹ്മോസ് യൂണിറ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഒരു വിവരങ്ങൾ തരാൻ കുറെക്കൂടെ സാധിക്കുമെങ്കിൽ അതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള മറ്റ് പല തീരുമാനങ്ങൾ കൊണ്ടും നമ്മൾ പറയാതിരിക്കുകയാണെങ്കിൽ അത് ഈ അറിയാവുന്നവർ മാത്രം അറിയേണ്ട ചില ഇൻഫർമേഷൻസാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.